ഉറങ്ങണോടത്ത് നിന്ന് നേരെ എടുത്തുകൊണ്ട് കൊടുന്ന് വെച്ചതാണ്. അതാണ് ഇത് അന്തം വിട്ട് നോക്കിയിരിക്കണത് സൗണ്ട് കേട്ടിട്ട്. റബിലാലിൻ്റെ റാലി താഴത്തേക്ക് പോയിനി. പിന്നെ മുകൾക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വേഗം ഇസുവിനെ കൊടുന്ന് വെച്ചതാണ്. ഞങ്ങളിവിടെ കുറേ മദ്രസ ഉള്ളതുകൊണ്ട് തന്നെ റബിലാലിൻ്റെ അന്ന് 12-ൻ്റെ അന്ന് കേട്ടോ 2 മദ്രസ ഉണ്ടായിരുന്നു റാലിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഈ റാലി. ഇസു ഓരോ കയ്യിലൊക്കെ കുറേ കവറും മിഠായി കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ മിഠായി ഉണ്ടെന്നൊക്കെ വലിയ കവറിലൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കുന്ന കണ്ടിട്ട് അതെന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താണ് മിഠായി. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മിഠായി ആണോ എന്നുള്ളത്. തലേ ദിവസം രാത്രി പൊറാട്ട കൊടുന്നീനി. അപ്പോൾ ഒരു 5-6 ഒക്കെ ആയിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ അധികം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിക്കേനി. അത് ഞാൻ രാവിലെ പുട്ടും കുറ്റിയിലിട്ട് ചൂടാക്കിയെടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിൻ്റെ ഇടയിലാണ് പിന്നെ മീൻകാരൻ വന്നത്. ഞങ്ങൾ മീൻ മേടിക്കാൻ നിന്നു. ഞാനെന്തോ സൂതെന്തോ മേടിച്ചു തോന്നണേ. അങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ വലിയ സൂതയായിരുന്നു. അതൊക്കെ അയാൾ കട്ട് ചെയ്ത് തരും. അധികം ഞാൻ കട്ട് ചെയ്ത് തരുന്ന മീൻ തന്നെ മേടിക്കലുള്ളത്. അപ്പോൾക്ക് നല്ലോണം വിശക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇസുവിന് അപ്പം കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പൊറാട്ട കഴിക്കാനാണ് നിൽക്കുന്നത്. ഓന് പൊറാട്ട ഉണ്ടാ അപ്പം കഴിക്കാതെ പൊറാട്ട കഴിക്കാൻ നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ വേഗം ഓന് അപ്പം കൊടുത്തത്. പക്ഷേ ഞാൻ പിന്നെ ഓന് കൊടുത്ത് കഴിഞ്ഞിട്ട് പൊറാട്ട കഴിക്കണ്ടിട്ട് ഓനും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കുറച്ചെടുത്ത് കഴിച്ചു. അധികമൊന്നും കഴിച്ചില്ല. 2-3 ചെറിയ പീസൊക്കെ എടുത്തുകൊണ്ട് കഴിച്ചത്. പിന്നെ നോക്കുമ്പോൾ ഒരു ഒച്ചയും മുളിയൊന്നും കേൾക്കണില്ല. പോയൊക്കെ ഇപ്പോൾ സോഫയിൽ പോയിക്കാണ്ടിരുന്നാണ്ട് പൊറാട്ട ആകെ ചീന്തിയിട്ടേക്കണ്. പിന്നെ ഞാൻ ചീത്തറിയെന്ന് വിചാരിച്ചിട്ട് വല്ല അവിടെ ഒരു സൈഡായി കിടക്കണത്. കുറേ നേരേക്കണ് ഇസ് വാശി അടിച്ചുകൊണ്ടിരിക്കണം മിഠായി ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ലാസ്റ്റ് പഞ്ചസാരക്കുള്ള പ്ലേറ്റും കൊണ്ട് വന്നതാണ് ഓന് കുട്ടികളൊന്നും കളിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയായിട്ട് അങ്ങനെ എപ്പോഴും വാശിയും കാട്ടി അടക്കൽ തന്നെയാണ്. എന്നാൽ താത്താൻ്റെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓന് പ്രശ്നമൊന്നുമില്ല, നല്ല ഇൽക്കന്നേക്കാരം. ഞങ്ങൾ ഒറ്റക്കാവുമ്പോൾ ഓന് ബോറടി കൊണ്ടേക്കാരം ഓനങ്ങനെ കാട്ടണത്. പിന്നെ എപ്പോഴും ഈ സ്പൂൺ ഇപ്പോൾ ഓൻ്റെ കയ്യിൽ തന്നെയാണ്. ഞാനെന്തെങ്കിലും ഫുഡിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ മസാലയ്ക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അത് എനിക്ക് കിട്ടലൊന്നുമില്ല. ഓനെപ്പോഴും അത് കൊണ്ടടക്കൽ തന്നെയാണ്.